അസ്സലാമു അലൈക്കും. ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ, ഉദ്ദേശങ്ങൾ പെട്ടെന്ന് പൂർത്തിയായിട്ട് കിട്ടാനുള്ള ഒരു അത്ഭുത ഇസ്മിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നാം എല്ലാവരും. ഒരുപാട് ദിക്റുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി, സൂറത്തുകൾ ഓതി ദുആ ചെയ്തിട്ടും ഉത്തരം കിട്ടാത്തവർ, അതിന് കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ ചെല്ലുന്നതിൻ്റെ അശ്രദ്ധ കൊണ്ടും ആത്മാർത്ഥത ഇല്ലായ്മയും കൊണ്ടുമാണ് ഉത്തരം കിട്ടാത്തത്. നല്ല വിശ്വാസത്തോടു കൂടി ചൊല്ലി ഉത്തരം കിട്ടിയ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉദ്ദേശങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആത്മാർത്ഥമായി നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഫലം ഉറപ്പായും കിട്ടും. എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ ലത്തീഫ് യാ അല്ലാ എന്ന ഇസ്മിനെ കുറിച്ചിട്ടാണ്. യാ ലത്തീഫ് യാ അല്ലാ എന്ന ഇസ്മിനെ കുറിച്ച് നേട്ടങ്ങൾ പറയാം. ഈ ദിക്ർ ചൊല്ലുന്നവർക്ക് നല്ല ആരോഗ്യം ലഭിക്കും. രണ്ടാമതായി അവർക്ക് നല്ല മനോധൈര്യം ലഭിക്കും. മൂന്നാമതായി ശത്രുക്കൾ അവരെ കാണുമ്പോൾ ഭയപ്പെടും. നാലാമത്തത് ഈ ഇസ്മ പതിവാക്കുന്നവന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാകും. അവൻ്റെ വാക്കിന് വലിയ വില ജനങ്ങൾ കൽപ്പിക്കും. അഞ്ചാമത് ഐശ്വര്യം വർദ്ധിക്കും. സമ്പത്തിൽ വർധനവ് ഉണ്ടാകും. കടങ്ങൾ വീടിക്കിട്ടും. ആറാമത് വലിയ സംരക്ഷണം അവനിക്ക് ലഭിക്കും. അപകടങ്ങളിൽ നിന്ന് അവനിക്ക് വലിയ കാവൽ ലഭിക്കും. ഏഴാമത് ജയിലിൽ അകപ്പെട്ടവനാണെങ്കിൽ ജയിൽ മോചിതനാകും. എട്ടാമത് അവനിക്ക് വലിയ സന്തോഷവും സമാധാനവും ലഭിക്കും. ഒമ്പതാമത്തത് ഉദ്യോഗസ്ഥരിൽ നിന്ന് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കും. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ ദിക്ർ ചൊല്ലുന്നത് മൂലം നമുക്ക് ലഭിക്കുന്നതാണ്. യാ ലത്തീഫ് യാ അല്ലാ എന്നാൽ മയത്തിൽ പെരുമാറുന്നവൻ എന്നാണ് അർത്ഥം. ഒരു ഉദ്ദേശം മനസ്സിൽ കരുതി ദുആ ചെയ്ത് ആരോടും ഒന്നും സംസാരിക്കാതെ ഒരു സ്ഥലത്തിരുന്ന് 100 പ്രാവശ്യം യാ ലത്തീഫ് യാ അല്ലാ എന്ന ഇസ്മ നല്ല വിശ്വാസത്തോടു കൂടി ചൊല്ലുക. ഇങ്ങനെ കുറച്ച് ദിവസം ചൊല്ലിയാൽ അവൻ്റെ ഉദ്ദേശം പൂർത്തിയായി കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഈ ദിക്ർ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്മാഉൽ ഹുസ്നയും അതോടൊപ്പം പകർത്തുക. അതിന് അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും തുടർച്ചയായിട്ട് ചെയ്യുക. ഫലം കിട്ടുമോ കിട്ടില്ലെന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. എന്തൊരു ദിക്റായിക്കോട്ടെ അത് നമ്മൾ ജീവിതത്തിൽ തുടർന്ന് കൊണ്ടുപോകുക. നമുക്ക് എത്ര കഴിയുന്നോ അത്രയും ചൊല്ലാം ഇൻഷാ അല്ലാഹ്. ഏതെല്ലാം ദിക്റുകൾ നമുക്ക് എടുക്കാൻ പറ്റുന്നുവോ അസ്മാഉൽ ഹുസ്ന ഫുള്ളായിട്ട് എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അതിനൊക്കെ ഉത്തരമുണ്ട്. അള്ളാഹുവിനോട് ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. ഈ നാമങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ്. നമുക്കൊരുമിച്ച് ഇപ്പോൾ 100 പ്രാവശ്യം യാ ലത്തീഫ് യാ അല്ലാ എന്ന ഇസ്മി ചൊല്ലാം. അതോടൊപ്പം തന്നെ അതിനു മുമ്പായിട്ട് മുത്തുനബിയുടെ പേരിൽ കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് തുടങ്ങാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 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 യാ ലത്തീഫ് യാ അല്ലാ 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 യാ ലത്തീഫ് യാ അല്ലാ
या लतीफ़ या अल्लाह, 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 या लतीफ़ या अल्लाह।